ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുരഭി കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബനാന സ്നാക്കാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇവിടെ ഇത് ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് 3 കട്ട വെല്ലമാണ്, അതായത് ശർക്കര. അപ്പോൾ ഇതൊന്ന് നമ്മൾക്ക് ഒരു സോസ് പാനിലിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾക്ക് ഇതൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഇവിടെ ഇനി ഈ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോഴിവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ശർക്കര നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. മുഴുവനായി മെൽറ്റായി കഴിഞ്ഞാൽ നമ്മൾക്കിത് ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാം. ഒരു അരിപ്പ വഴി അരിച്ചൊഴിച്ചാൽ അത്രയും നന്നായിരിക്കും. എന്തെങ്കിലും മണ്ണുണ്ടെങ്കിൽ അരിപ്പയിൽ തങ്ങി നിന്നോളും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കുന്നത് ഒരു നുള്ളുപ്പാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഏലക്കായപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇവയൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇവിടെ ഇത് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് ഇടിയപ്പം പൊടിയാണ്. ഇവിടെ അരിപ്പൊടി ഒരു 10 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഒന്ന് കുറേശ്ശായിട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഇത് അരിപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു പാകത്തിലാണ് നമ്മുടെ ബാറ്റർ ഇരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട്, അതാണ് പഴം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ചിക്കൂട്ട പഴമാണ്. ഇത് നമ്മൾക്കൊന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ പഴമാണ്, അതുകൊണ്ട് ഒന്നേ എടുത്തിട്ടുള്ളൂ. ചെറിയ പഴമാണെങ്കിൽ നമുക്ക് 2 പഴം ഉപയോഗിക്കാം. അപ്പോൾ ഇതാ പഴം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് കറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്ത എള്ളും ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നിങ്ങൾക്കിനി ഇത് രണ്ടും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സാരമില്ല, ചേർക്കേണ്ട കുഴപ്പമൊന്നുമില്ല. അല്ലാതെ നമ്മൾക്കിത് തയ്യാറാക്കിയെടുക്കാം, നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇത് ഒരു സ്നാക്കാക്കി കഴിക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങാക്കൊത്തും ആ എള്ളിൻ്റെ ഒക്കെ ടേസ്റ്റ് ഒരു നല്ല ടേസ്റ്റ് തന്നെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, അതൊക്കെ ചേർത്തിട്ടും. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഈ ഒരു പാകത്തിലാണ് നമ്മുടെ ബാറ്റർ ഉള്ളത്. കുറച്ച് തിക്കായിട്ടാണ് ഉള്ളത്. ഇനി നമുക്കിത് കഴിക്കാൻ പാകത്തിന് എങ്ങനെയാണ് അപ്പാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് വെസൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും, നമ്മുടെ ഉണ്ണിയപ്പം കാര്യപ്പൊക്കെ ചുടുന്ന ഒരു കുഴിയുള്ള പാത്രമാണിത്. ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ബാറ്റർ കുറേശ്ശായിട്ട് ഓരോ കുഴിയിലും ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഓയിൽ ഒഴിച്ച് ഇത് ഡീപ്പ് ഫ്രൈ ആയിട്ട് ഈ അപ്പം ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈ രീതിയിലാകുമ്പോൾ നമുക്ക് കൂടുതൽ ഓയിലിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ തീ കുറച്ചൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്കിത് ആയി കിട്ടും. ഒരു മിനിറ്റ് ആയപ്പോൾ തന്നെ ഇതാ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി അപ്പോൾ അടിഭാഗമൊക്കെ ഏകദേശം ആയിട്ടുണ്ട്, മുകൾ ഭാഗം ആകാനുണ്ട്. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനിയും കൂടുതൽ ടൈമൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. ഇവിടെ ഇനി ഈ അപ്പത്തിൻ്റെ ഈ ഒരു സൈഡ് കൂടി നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ കുഴിയിൽ നിന്നും ഓരോന്നും ഇങ്ങോട്ട് എടുക്കാം. ഇനി നമുക്ക് കുറച്ചുകൂടി ബാറ്റർ തയ്യാറാക്കാനുണ്ട്. അപ്പോൾ വീണ്ടും ഇതുപോലെ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് ഓരോ കുഴിയിലും നമ്മുടെ ബാറ്റർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ കുറച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം, അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. വൈകുന്നേരമൊക്കെ ഒരു ചായയുടെ കൂടെ ഒരു സ്നാക്കായിട്ടായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഇതാ ഇവിടെ ഒന്ന് ഞാൻ പൊട്ടിച്ച് കാണിച്ചിരുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നമ്മൾക്കിനി പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്